ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യാ, ഒരു 6.5 സെന്റിമീറ്റർ ലൈന് വരച്ചിട്ട് അതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, നമ്മൾ സ്കെയിൽ എടുത്തിട്ട് അളവെടുത്തിട്ട് എന്ത് ചെയ്യാ, ഒരു 6.5 സെന്റിമീറ്റർ ലൈന് വരക്കാം. 6.5 സെന്റിമീറ്റർ ലൈന് മിസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ കോമ്പസ് എടുക്കാം. കോമ്പസ് എടുത്തതിന് ശേഷം ഏകദേശം ഈ ലൈനിന്റെ പകുതി എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഏകദേശം ഒരു കണക്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ കൂടുതൽ എടുക്കുക. പകുതിയിൽ കൂടുതലായിട്ട് എടുക്കുക. മുഴുവനായിട്ട് എടുക്കരുത്, ആ ലൈന് മുഴുവനായിട്ട് എടുക്കരുത്. പകുതിയിൽ കൂടുതൽ അളവ് വരുന്ന രീതിയിൽ കോമ്പസ് എന്ത് ചെയ്യുക, മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരറ്റത്ത് കുത്തുക. ഒരറ്റത്ത് കുത്തിയതിന് ശേഷം മുകളിലും ഒരു സെക്ടർ വരക്കുക, താഴെയും ഒരു സെക്ടർ വരക്കുക. മുകളിലും ഒരു സെക്ടർ വരക്കുക, താഴെയും ഒരു സെക്ടർ വരക്കുക. അതേപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടും ഒരു സെക്ടർ വരക്കുക, ഇങ്ങോട്ടും ഒരു സെക്ടർ വരക്കുക. അപ്പൊ എന്ത് ചെയ്യണം, ഈ രണ്ട് സെക്ടറുകളും തമ്മിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അങ്ങനെ വേണം വരക്കാൻ. എന്നിട്ട് പിന്നെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ 6.5 സെന്റിമീറ്റർ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. ഓക്കെ ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡ്രോ എ 31.5 ഡിഗ്രി ആംഗിൾ. 31.5 ഡിഗ്രി 31.5 ഡിഗ്രി നമുക്ക് നമ്മളെ പ്രൊട്രാക്ടറിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, 31.5 ഇൻറ്റു 2 ചെയ്യുക, അതിന്റെ ഡബിൾ എടുക്കുക. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക, ഒരു 63 ഡിഗ്രി ആണ് കിട്ടുക. 63 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 63 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്രാക്ടറിൽ വരക്കാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യുക, ഒരു ലൈന് വരക്കുക, എന്നിട്ട് 63 ഡിഗ്രി ആംഗിൾ വരക്കുക. ഓക്കെ, നമ്മളെ കോമ്പസ് ഈ അറ്റത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, 63 എവിടെയാണ് വരിക, 1 2 3 ഇവിടെയാണ് വരിക. 63 ഡിഗ്രി ആംഗിള് ഇങ്ങനെയാണ് വരിക. ഇതാണ് 63 ഡിഗ്രി ആംഗിൾ. ഓക്കെ, അപ്പൊ അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാല് ഇതെന്താവും, കറക്റ്റ് രണ്ട് ഹാഫുകളായിട്ട് മാറിപ്പോവും. അപ്പൊ അതിൽ ഒരു ആംഗിൾ എന്താണ് വരിക, 31.5 അല്ലേ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാം. ആദ്യം നമ്മൾ ഈ എൻഡിൽ വെച്ചിട്ട് കോമ്പസ് ഈ ആംഗിളിന്റെ എൻഡിൽ വെച്ചിട്ട് വലിയൊരു ആംഗിളിന്റെ ഇത് വരക്കാം. നമ്മൾ ആംഗിൾ ചെറുതായിട്ടല്ലേ ഇവിടെ വരക്കുക, ഇവിടെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി വലുതാക്കിയിട്ട് വരക്കാം. ഓക്കെ, കോമ്പസ് വെച്ചിട്ട് വരക്കണം കേട്ടോ. കോമ്പസ് വെച്ചിട്ട് വേണം വരക്കാൻ, കൈ കൊണ്ടല്ല. കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ കോമ്പസ് ഇവിടെ കുത്താം. ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും ഒരു സെക്ടർ വരക്കുക. അതേപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും ഒരു സെക്ടർ വരക്കണം. എന്ത് ചെയ്യണം, ഇങ്ങോട്ടും ഒരു സെക്ടർ വരക്കണം, ഇങ്ങോട്ടും. ഇവിടെ കുത്തിയിട്ട് ഒന്നിങ്ങോട്ടും വരക്കുക, ഇവിടെ കുത്തിയിട്ട് ഒന്നിങ്ങോട്ടും വരക്കുക. രണ്ടും കൂടി ജോയിൻ ചെയ്യണം കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സ്കെയില് വെച്ചിട്ട് ഇതിന്റെ കറക്റ്റ് സെന്ററിലേക്ക് വരുന്ന രീതിയിൽ ഒരു ലൈൻ വരക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ആംഗിളിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പം ഈ ഒരു ആംഗിൾ എന്താണ്, 31.5 ഡിഗ്രി. ഈ ആംഗിളും 31.5 ഡിഗ്രി. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ആംഗിളിന് എന്ത് വരക്കേണ്ടത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ നമ്മളോട് 31.5 ഡിഗ്രി വരക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 63 വരച്ചിട്ട് അതിന്റെ ഡബിൾ എടുത്തിട്ട് അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളെ രണ്ട് ഹോംവർക്കുകൾ സെയിം പാറ്റേണിൽ വരുന്നത്. എന്താണ്, ഡ്രോ 10.6 സെന്റിമീറ്റർ ലൈൻ ആൻഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ 22.5 ഡിഗ്രി ആംഗിൾ. ഇപ്രാവശ്യം രണ്ട് ഹോംവർക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാലോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. വീഡിയോ കണ്ടിട്ട് ചെയ്യട്ടോ. ഓക്കെ.